take the central stage and to share their wisdom, for which I call upon Dr. G.G. Sadi, Dr. C.K. Vasu, Dr. V.R. Rajendran, Dr. John N.J., Mr. Suresh Maled, Mr. V.S. Salim, Mrs. P.N. Rajini, Mr. M.K. Shivadas, and Ominakutti. Welcome all of you to the dais, please. Let's give them a big round of applause for their entry to the dais. O.P. Balabhadran, convener Illumina 2025, onto the dais to give the welcome. ഇവൻ്റെ ഉദ്ഘാടന വേദിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇല്ലൂമിന എന്നത് ഒരു പ്രകാശം പരത്തലാണ്. ഇവിടെ തലമുറകളുടെ ഒരു സംഗമമാണ് നടക്കുന്നത്. മുൻ വകുപ്പ് മേധാവിമാർ 1970-കളിലും 80-കളിലും മുതൽ ഇപ്പോഴും ജോലി ചെയ്യുന്നവരുടെ ഒരു വലിയ സംഗമം. അവർ പഴയ വിദ്യാർത്ഥി ജീവിതത്തിലേക്കുള്ള തിരിച്ചുപോക്ക്, ആ ഓർമ്മകൾ അവരുടെ ഹൃദയത്തിൽ നിന്ന് പരത്തുന്ന പ്രകാശമാണ് ഇല്ലൂമിന. ഒട്ടേറെ പേർ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു വലിയ സമ്പത്ത് ലോകത്തുടനീളമുണ്ട്. ലോകത്തെ പ്രശസ്തമായ മിക്ക റേഡിയോളജി വിഭാഗങ്ങളിലും കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ടെക്നോളജിസ്റ്റുമാരായോ റേഡിയോളജിസ്റ്റുമാരായോ, എന്തിനേറെ മൾട്ടിനാഷണൽ കമ്പനികളുടെ പ്രധാനപ്പെട്ട മൾട്ടിനാഷണൽ കമ്പനികളിൽ മിക്കവയിലും അപ്ലിക്കേഷൻ മാനേജർമാരായും റിസർച്ച് സയൻറ്റിസ്റ്റുമാരായും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുണ്ട് എന്നറിയുമ്പോൾ ഈ ഒരു സ്ഥാപനത്തിന് കേരളത്തിലെ മറ്റെല്ലാ മെഡിക്കൽ കോളേജുകളെക്കാളും പ്രത്യേകതയുണ്ട് എന്നതിൽ നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. അത്തരമൊരു ഫലഭൂയിഷ്ഠതയിൽ നിന്നാണ് ഇതുപോലൊരു സംഗമത്തിന് വേദിയൊരുക്കാൻ ഞങ്ങൾ തയ്യാറായത്. വ്യക്തിപരമായ സാന്നിധ്യം കൊണ്ട് ഒട്ടേറെ പേർക്ക് ഇവിടെ വരാൻ കഴിഞ്ഞിട്ടില്ല. മറ്റു രാജ്യങ്ങളിലുള്ള അവരുടെ ജോലിസ്ഥലം, വ്യക്തിപരമായ മറ്റ് കാരണങ്ങളാൽ. പക്ഷേ തലമുറകളുടെ സാന്നിധ്യം, ഒട്ടേറെ ബാച്ചുകളുടെ സാന്നിധ്യമെല്ലാം ഈ വേദിയിലുണ്ട്. ഇത്തരത്തിലൊരു വേദിയിൽ വളരെയേറെ വ്യക്തിപരമായ ബുദ്ധിമുട്ടുകൾ സഹിച്ചും പഴയ സഹപ്രവർത്തകരെയും സുഹൃത്തുക്കളെയും കാണാൻ, അവരെ ഒരു നോക്ക് കാണാൻ, അവരോടൊപ്പം അല്പം നിമിഷം പങ്കിടാൻ, പഴയകാല ഓർമ്മകൾ പുതുക്കാൻ ഇവിടെ എത്തിയ നിങ്ങളേവരും തന്നെയാണ് ഈ പരിപാടിയുടെ വിജയം എന്നതുകൊണ്ട് തന്നെ എല്ലാവരെയും ഹൃദയപൂർവ്വം ഔദ്യോഗികമായി ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ളവരെ ഒരാമുഖത്തോടെ പരിചയപ്പെടുത്തേണ്ടതില്ല എന്നെനിക്ക് തോന്നുന്നു. ആരോഗ്യപരമായ അസാന്നിധ്യം കൊണ്ടും പെട്ടെന്നുണ്ടായ വ്യക്തിപരമായ ഒരു കാരണം കൊണ്ടും നമ്മുടെ മുൻ വകുപ്പ് മേധാവിയായിരുന്ന പ്രിയങ്കരനായിരുന്ന വാസു സാറിന് ഇന്നിവിടെ എത്താൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ വ്യക്തിപരമായ കാരണങ്ങളാൽ ഈ വേദിയിൽ ഉണ്ടാവേണ്ടിയിരുന്ന മുൻ മേധാവിയായിരുന്ന ഡോക്ടർ ഗോമതി സുബ്രഹ്മണ്യം, ഒപ്പം സംസ്ഥാന റേഡിയേഷൻ സുരക്ഷാ ഡയറക്ടറായിരുന്ന ടി.എസ്. ശങ്കരൻ നായർ സാറിൻ്റെയും അസാന്നിധ്യം ഞങ്ങൾക്കൊക്കെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ അവരെയെല്ലാം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ദീർഘകാലം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വകുപ്പ് മേധാവിയാവുകയും നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട അധ്യാപികയായും നമ്മുടെയെല്ലാം മനസ്സിൽ ഇന്നും നിറഞ്ഞു നിൽക്കുകയും ചെയ്തിട്ടുള്ള ബഹുമാന്യയായ ആദരണീയയായ സതി മാഡമാണ്. ഇല്ലൂമിന 25ൻ്റെ സംഘാടക സമിതിക്കും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആദരണീയായ ഡോക്ടർ ജി.ജി. സതി അവർകളെ ഞാൻ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സതി മാഡം HOD ആയിരുന്നൊരു കാലഘട്ടം സത്യത്തിൽ അഡ്മിനിസ്ട്രേറ്റീവായ പരിമിതി വെറുതെ ഒന്ന് പുതിയ തലമുറ ഓർമ്മിക്കണം. 500 രൂപയിൽ കൂടുതലുള്ള ഒരു പർച്ചേസിന് ഗവൺമെൻറ്റിൽ നിന്നും അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ വാങ്ങേണ്ടിയിരുന്ന ഒരു കാലത്താണ്
1,00,000-ലധികം രൂപയുള്ള എക്സ്റേ മെഷീനുകളുമായി ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാഡം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പുതിയൊരു സാധനം വാങ്ങണമെങ്കിൽ പോലും ഒട്ടേറെ കടമ്പകൾ സർക്കാരിൽ നിന്ന് കടക്കേണ്ടിയിരുന്ന സാങ്കേതിക ബുദ്ധിമുട്ടുകൾക്കിടയിൽ റേഡിയോ തെറാപ്പിയും റേഡിയോ ഡയഗ്നോസുമായി ബൈഫർക്കേറ്റ് ചെയ്തതിന് ശേഷം ഉള്ളൊരു കാലഘട്ടത്തിൽ മാഡത്തിന് ജോലി ചെയ്യാൻ കഴിഞ്ഞു. അന്നുണ്ടായിരുന്ന ഉത്തരവാദിത്വം നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. മാഡത്തിൻ്റെ സാന്നിധ്യം, മാഡം തൃശ്ശൂരിൽ നിന്ന് യാത്ര ചെയ്ത് ഈ അല്പസ്വല്പം ഒക്കെ ശരീരത്തിന് അവശതകൾ, മനസ്സിന് അവശതയായി എന്ന് ഞാൻ അംഗീകരിക്കില്ല, എന്ന വേദിയിലെത്തിയതിൽ എല്ലാ കാലത്തും ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാഡത്തോട് കടപ്പെട്ടിരിക്കുന്നു എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. നമ്മുടെ മുൻ വകുപ്പ് മേധാവിമാരിൽ ഒരുപക്ഷെ ഇന്നത്തെ തലമുറയ്ക്കേറെ സുപരിചിതനാണ് ഡോക്ടർ VR രാജേന്ദ്രൻ. രാജേന്ദ്രൻ സാറ് ഈ ആശുപത്രിയിൽ കുറച്ച് റെക്കോർഡുകൾ ഉണ്ടാക്കിയ നമ്മുടെ വകുപ്പ് മേധാവിയാണ്. ഒന്ന്, ഇൻ്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖയെ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ സാധാരണക്കാരന് പ്രാപ്യമാക്കാൻ അദ്ദേഹം വഹിച്ച പങ്കിനെ എടുത്തു പറയാതിരിക്കാൻ വയ്യ. രണ്ടാമത്തെ കാര്യം, ഈ മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ട് സ്ഥാനത്ത് ഡോക്ടർ R അനന്തനാരായണന് ശേഷം സൂപ്രണ്ട്, പ്രിൻസിപ്പൽ 2 പദവികളും ഏറെക്കാലം വഹിക്കുവാൻ കഴിഞ്ഞ സാധിച്ചൊരു വ്യക്തി കൂടിയാണ്. എല്ലാം സാറിനെ ഈ വേദിയിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ളത് നമ്മുടെ പ്രിയങ്കരനായ ഇപ്പോഴത്തെ HOD ഡോക്ടർ ദേവരാജൻ അവർകളാണ്. ദേവരാജൻ സാറ് ഇങ്ങനെയൊരു സംഗമത്തിന് മുതിരുമ്പോൾ കാലം തന്നെ അദ്ദേഹം ഈ അക്കാഡമിക് ഇയറിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റിനോട് വിട പറയുകയാണ്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഒരു അക്കാഡമിഷ്യൻ എന്നുള്ള നിലയിൽ ഈ മേഖലയിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ്. ഈ ഒരു പുതിയൊരു തലമുറയുടെ അംഗമായും പ്രത്യേകിച്ച് ഈ ഇരുളും വെളിച്ചവും നിറഞ്ഞൊരു റേഡിയോളജിയുടെ ചരിത്രവും ഇന്ന് വെളിച്ചം മാത്രം നിലനിൽക്കുന്ന, കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെ വെളിച്ചത്തിൽ മാത്രം ഒരു റേഡിയോളജി വിഭാഗം നിലനിൽക്കുന്ന ഒരു കാലമാണിത്. പക്ഷേ പഴയ കാലത്തിൻ്റെയും പുതിയ കാലത്തിൻ്റെയും പ്രതിനിധിയായി സാർ തിളങ്ങിയിട്ടുണ്ട്. സാറിൻ്റെ സാന്നിധ്യവും ഞങ്ങൾക്ക് വളരെയേറെ വിലപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട ദേവരാജൻ സാറിനെയും ഞാൻ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വേദിയുടെ മറ്റൊരു സാന്നിധ്യം റേഡിയോ ഡയഗ്നോസിസ് പ്രൊഫസറായ ശ്രീ ഡോക്ടർ NJ ജോൺ സാർ കോഴിക്കോട്ട് പുതിയ ആളാണ്. എങ്കിലും വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നമ്മുടെ എല്ലാം മനസ്സിൽ ഇടം നേടുകയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സാരഥ്യം അധികം താമസിയാതെ തന്നെ കൈകളിലേക്ക് എത്താൻ പോകുന്നു എന്നതും സന്തോഷകരമായ കാര്യമാണ്. ഒരുപക്ഷെ സാർ പങ്കെടുക്കുന്ന ഇത്ര വലിയ ആദ്യത്തെ ഔദ്യോഗിക ചടങ്ങായിരിക്കും ഇത്. ജോൺ സാറിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു സംഘാടക സമിതി ഇതുപോലൊരു സംഗമം സംഘടിപ്പിക്കുമ്പോൾ പലപ്പോഴും റിട്ടയർ ചെയ്ത വ്യക്തികളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുക കുറച്ച് പ്രയാസകരമായ കാര്യമായിരുന്നു. ആ ഒരു സന്ദർഭത്തിൽ അതിനുള്ള എല്ലാ ചുക്കാൻ പിടിക്കുകയും റിട്ടയർ ചെയ്ത് കഴിഞ്ഞുവെങ്കിലും ഇന്നും ചെറുപ്പത്തിൻ്റെ തിളപ്പോടെ നിലനിൽക്കുന്ന പ്രിയങ്കരനായ ശ്രീ ഗംഗാധരനെ ആമുഖ ഭാഷണം നടത്തുന്നുണ്ട് അദ്ദേഹം ഈ വേദിയിൽ. ഗംഗാധരേട്ടനെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ സംഘടനാ പ്രതിനിധികളായി ആശംസാ പ്രാസംഗികരായി 3 പേർ നമ്മളോടൊപ്പം വേദിയിലുണ്ട്. ശ്രീ സുരേഷ് മലയത്ത് ISRTയുടെ ജനറൽ സെക്രട്ടറി, ശ്രീ VS സലീം KGRയുടെ ജനറൽ സെക്രട്ടറി, ഒപ്പം ശ്രീമതി PN രജനി KGRയുടെ പ്രസിഡൻറ്റ്. 3 പേരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ മനഃപൂർവ്വം തന്നെ ഒഴിവാക്കിയ 2 പേര് വേദിയിലുണ്ട്. പ്രോട്ടോക്കോൾ ലംഘിച്ചതല്ല, ഞാൻ മനഃപൂർവ്വം ലംഘിച്ചത് തന്നെയാണ്. മലബാറിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് എന്ന് പറയാവുന്ന ഈ മേഖലയെ ഇന്നും വളരെ ഊർജ്ജസ്വലനായി നിൽക്കുന്ന പ്രിയപ്പെട്ട ശ്രീ MK ശിവദാസൻ സാർ പലപ്പോഴും നമ്മുടെയൊക്കെ ഗുരുനാഥനാണ്. എന്താണ് റേഡിയോഗ്രാഫി എന്ന് ചോദിച്ചാൽ ആദ്യം അദ്ദേഹം പറയാറ്, ഈ കൈക്കുഞ്ഞുമായി നിങ്ങളുടെ മുമ്പിലെത്തുന്ന ഒരു സ്ത്രീയെ കാണുമ്പോൾ, അമ്മയെ കാണുമ്പോൾ ഒന്നു മാത്രം നിങ്ങൾ ഓർക്കുക, ആ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ. വീൽ ചെയറിലിരുന്ന് കൈക്കോ കാലിനോ പ്ലാസ്റ്ററും ഇട്ട് വരുന്ന രോഗിയെ കാണുമ്പോൾ നീ ഒന്നോർക്കണം, ആ സ്ഥാനത്ത് നീയായിരുന്നെങ്കിൽ. ആ ഒരു തത്വം അടിസ്ഥാനമാക്കിക്കൊണ്ട് ഭഗവാൻ സത്യസായി ബാബയുടെ, അദ്ദേഹം സായിബാബ ഭക്തനായിരുന്നു, സത്യസായി ബാബയുടെ അടിസ്ഥാന തത്വമാണെങ്കിൽ പോലും അത് മുന്നിൽ നിന്നുകൊണ്ട് എന്നും രോഗികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ മേഖലയെ സാന്ത്വന ശബ്ദത്തിലൂടെയും സ്നേഹമയമായ പെരുമാറ്റത്തിലൂടെയും എല്ലാ തലമുറകളെയും ആകർഷിച്ച വ്യക്തി, ഏറ്റവും സീനിയർ മോസ്റ്റ്, മലബാറിലെ ഏറ്റവും സീനിയർ മോസ്റ്റായ റേഡിയോഗ്രാഫർ കൂടിയാണ്. ശിവദാസൻ സാറിനെ ഈ വേദിയിലേക്ക് എത്തിക്കാൻ
അദ്ദേഹത്തിനും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് മകൻ്റെ കൂടെ പോവേണ്ടി വന്നു. എന്തായാലും എല്ലാ തടസ്സങ്ങളും നമുക്ക് വളരെ പെട്ടെന്ന് മാറിക്കിട്ടിയെന്നത് അത്ഭുതം തന്നെയാണ്. സാറിൻ്റെ സാന്നിധ്യം ഈ വേദിക്കും ഞങ്ങൾക്ക് ധന്യമാണ്. പ്രിയപ്പെട്ട ശ്രീ എം കെ ശിവദാസ് സാറിനെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി, ഈ വേദിക്ക് വേണ്ടി, ഇലൂമിനിക്ക് വേണ്ടി ഞാൻ സ്നേഹാദരങ്ങളോടെ, സ്നേഹപൂർവ്വം, ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. റിട്ടയർ ചെയ്തു പോയി എങ്കിലും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോഴും പലപ്പോഴും സന്ദർശകയായി വരികയും ഒരിക്കലും തൻ്റെ ഊർജ്ജസ്വലത കൈവിടാതെ നിൽക്കുകയും ചെയ്ത പ്രിയപ്പെട്ട ശ്രീമതി എൻ ഓമനക്കുട്ടി മാഡം. ഓമന ചേച്ചിയെ ഞാൻ അവസാനം പരിചയപ്പെടുത്താൻ ഇരുന്നത് തന്നെയാണ്. കാരണം ഓമന ചേച്ചി ഓളം ഈ ഒരുപാട് ജനറേഷൻസുമായി ബന്ധം നിലനിർത്തുന്ന നമ്മുടെ മുൻ ജീവനക്കാരി ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഓമന ചേച്ചിയും ശിവദാസ് സാറിനോടൊപ്പം തന്നെ ഈ വേദിയിൽ സീനിയർ മോസ്റ്റ് ആയൊരു വ്യക്തിയായതുകൊണ്ടാണ് എല്ലാവരുടെയും പ്രതിനിധിയായി ഈ വേദിയിൽ ഇരിക്കുന്നത്. ഓമന ചേച്ചിയെ സ്നേഹാദരങ്ങളോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എത്താമെന്ന് കൃത്യമായി പറയുകയും നേരത്തെ തന്നെ ഒരുങ്ങുകയും എത്തേണ്ടിയും ഇരുന്നിരുന്ന പീതാംബരൻ സാറുണ്ട്. പീതാംബരൻ സാറിന് വ്യക്തിപരമായി വന്ന ഒരു ചെറിയ അസൗകര്യം ഇന്നലെ പെട്ടെന്നുണ്ടായ കാരണം കൊണ്ടാണ്, ആരോഗ്യപരമായ ചില കാരണങ്ങൾ കൂടി കൊണ്ടാണ് ഇവിടെ എത്താൻ കഴിയാഞ്ഞില്ല. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇതോടൊപ്പം റിട്ടയർ ചെയ്തു പോയ ഒരുപാട് സീനിയറായ ഒട്ടേറെ പേർ ഈ സദസ്സിലിരിക്കുന്നുണ്ട്. എല്ലാവരെയും വേദിയിലേക്ക് ഇരുത്താൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അടുത്തൊരു സെഷനിൽ ശ്രീ എ ഗംഗാധരൻ അവരെയൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ്. ആരോഗ്യപരമായ കാരണങ്ങളാലും ഒട്ടേറെ അവശതകൾക്കിടയിലും അസൗകര്യങ്ങൾക്കിടയിലും ഇപ്പോഴുള്ള മറ്റൊരു പ്രശ്നം കൊണ്ടുവരാൻ ആളില്ല എന്നതാണ്. മക്കളാരും വീട്ടിലില്ലാത്ത ആളുകൾ ഒരുപാട് പേരുണ്ട്. അങ്ങനെ കൊണ്ടുവരാൻ ആളില്ലാത്തത് കൊണ്ടും കൈപിടിക്കാൻ ആളില്ലാത്തത് കൊണ്ട് വരാൻ കഴിയാതെയും പോയ എല്ലാവരെയും ഓർമ്മിച്ചുകൊണ്ടും ഇവിടെ സന്നിഹിതരായ ബുദ്ധിമുട്ടിക്കൊണ്ട് ഇവിടെ ദൂരെ നിന്നും എത്തിയിട്ടുള്ള എല്ലാവരെയും ഓർമ്മിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ പരിപാടിയുടെ നടത്തിപ്പ് മുതൽ തുടക്കകാലം മുതൽ ഞങ്ങളോട് പിന്തുണ നൽകിയ UK-യിലെയും USA-യിലെയും ഒപ്പം UA-യിലെയും അതോടൊപ്പം മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെയും ഞങ്ങളുടെ എല്ലാ പൂർവ്വ വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി ഓർമ്മിച്ചുകൊണ്ടും ഏവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി. വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, സദസ്സിലുള്ള വിശിഷ്ട വ്യക്തികളെ, സഹപ്രവർത്തകർ, കുറേ മുഖങ്ങൾ എനിക്ക് കുറേ പേരെ അറിയാം, കുറേ പേരെ അത്ര പരിചയമില്ല. എന്നാലും ഈ ഒരു അവസരത്തിൽ അധ്യക്ഷ പ്രസംഗം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു പുനർസമാഗമ വേളയിൽ എന്താണ് പറയേണ്ടതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ റേഡിയോളജിയിൽ വളരെ ആകസ്മികമായി എത്തിപ്പെട്ടതാണ്. ആദ്യമായിട്ട് ഞാൻ നമ്മുടെ റേഡിയോ ഡയഗ്നോസിസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇയറിൽ എന്തോ ഒരു യൂറിറ്ററി കോളിലേക്ക് അടിച്ചു. അന്നേരം ഒരു എക്സ്റേ KUB എന്ന് പറഞ്ഞ് എഴുതി തന്നു. ഒരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ആ റിക്വസ്റ്റായിട്ട് സതി മാഡമാണ് ഉണ്ടായിരുന്നത്. മാഡം ഞാനത് നമ്മൾ ഓർത്തിരിക്കും. മാഡം പറഞ്ഞു കാഷ്വാലിറ്റി എന്ന് എഴുതിയതല്ലേ, ഇത് പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ എടുത്തിട്ട് കാര്യമൊന്നുമില്ലടോ, അതാണ് സത്യം എന്ന് അന്ന് എനിക്ക് ഒരു വല്ലാതെ തോന്നിയെങ്കിലും അതാണ് സത്യമെന്നും ഞാൻ ഇന്നും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. അതാണ് യാഥാർത്ഥ്യം. അതായിരുന്നു ഫസ്റ്റ്. പിന്നീട് തേർഡ് ഇയറൊക്കെ ആകുമ്പോഴാണ് നമുക്ക് റേഡിയോളജി പോസ്റ്റിംഗ് ഉള്ളത്. അപ്പോഴും അന്നത്തെ പരിമിതമായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് തോന്നുന്നു 3 എക്സ്റേ മെഷീൻ ഉണ്ട്. പിന്നെ ഒരു ഡാർക്ക് റൂം ഫ്ലൂറോസ്കോപ്പി ഉണ്ട് നമ്മുടെ KHRWSൽ. അപ്പം വേരിയം ഇറങ്ങി പോകുന്നതെല്ലാം ഡാർക്ക് റൂം ഫ്ലൂറോസ്കോപ്പി. ഇപ്പോഴത്തെ ജനറേഷനിൽ എത്ര പേര് ഡാർക്ക് റൂം ഫ്ലൂറോസ്കോപ്പി കണ്ടിട്ടുണ്ടെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. അത് കഴിഞ്ഞ് റേഡിയോളജിയിൽ റേഡിയോ ഡയഗ്നോസിസ് എന്ന വിഭാഗത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് തോന്നിത്തുടങ്ങിയത് അപ്പോഴൊന്നും അറിയില്ല. ഞാനൊരിക്കലും ആ ഒരു ഘട്ടത്തിലൊന്നും ഇങ്ങനെ റേഡിയോളജി വകുപ്പ് മേധാവി ആവുമായിരുന്നോ ഒന്നും തോന്നിയിട്ടില്ല. തോന്നിയത് ഹൗസ് സയൻസ് പീരീഡിലാണ്. ഹൗസ് സയൻസ് പീരീഡിൽ ഒരു പേഷ്യൻ്റ്, ഇതൊക്കെ ഞാൻ ഓർത്തിരിക്കുന്നു, സൂചി വിഴുങ്ങി. അപ്പം അന്ന് സൂചി വിഴുങ്ങിയാൽ അൾട്രാസൗണ്ട് ഒന്നുമില്ല. അത് 86-ലാണ്.
സീരിയൽ എക്സ്റേ എടുക്കുകയാണ്. ഇപ്പോൾ സീരിയൽ എക്സ്റേ എടുത്തുകൊണ്ടിരിക്കുമ്പോഴേ അവസാനം എടുത്ത എക്സ്റേയിൽ 2 സൂചി വന്നപ്പോൾ മരിച്ചുപോയ PB നമ്പ്യാർ സാറ് എന്താണ് ഇയാൾ വാർഡിൽ സൂചി വിഴുങ്ങാൻ തുടങ്ങി. അങ്ങനെ ഇതെല്ലാവരും കൂടെ ഇന്നത്തെ മാതിരി ഒന്നല്ല, അന്ന് HODയും എല്ലാവരും കൂടെ ആയിട്ട് ഞാൻ അതിൻ്റെ കൂടെ ഔസജനാണ്. ഇതെല്ലാം കൂടെ മാർച്ച് ചെയ്തിട്ട് സതിമേടത്തിൻ്റെ റൂമിൽ പോകുന്നു. സതിമേടം നോക്കിയിട്ട് പറഞ്ഞാൽ അത് കുഴപ്പമില്ല, അത് മൂവ്മെൻ്റാണ്, മൂവ് ചെയ്യുമ്പോൾ ഒരു സൂചി 2 സൂചി ആവാമെന്നുള്ള യാഥാർത്ഥ്യം വന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അവിടെയുള്ള എല്ലാവർക്കും മനസ്സിലാവും. മേഡം വളരെ കൂളായിട്ട് പറഞ്ഞത് അതാണ് ഒരു കാര്യം. അപ്പോൾ പ്രോബ്ലം സോൾവിങ്, രോഗികളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ റേഡിയോ ഡയഗ്നോസിസ് റേഡിയോളജിക്ക് കഴിയുമെന്ന് ഉള്ള ഒരു അവബോധം പതുക്കെ മനസ്സിലേക്ക് വരുന്നത് അതാണ്. പിന്നീടുണ്ടായ ഒരു കാര്യം, ഇതേമാതിരി ഒരു പനയെന്ന മറ്റോ വീണിട്ട് ഹെഡ് ഇഞ്ചുറി ഒക്കെ ആയിട്ടുള്ള ഒരാൾ, അയാൾ ചെസ്റ്റ് എക്സ്റേ എടുക്കുന്നു. ഹൈഡ്രോന്യൂമോതൊറാക്സ് എന്ന് പറയുന്നു. ഹൈഡ്രോന്യൂമോതൊറാക്സ് എന്ന് പറഞ്ഞാൽ ചെസ്റ്റ് ട്യൂബൊക്കെ ഇട്ടു. ചെസ്റ്റ് ട്യൂബൊക്കെ ഇട്ടിട്ട് വലിയ മെച്ചമൊന്നുമില്ല. അപ്പോൾ അന്നത്തെ നമ്പ്യാർ സാറുണ്ട്, മരിച്ചുപോയ ശങ്കരൻകുട്ടി വാര്യർ സാറുണ്ട്. അവർ വാർഡിൽ നോക്കിയിട്ട് അച്യുതൻ നായർ സാറിനൊരു കൺസൾട്ടേഷൻ വിടാമെന്ന് പറഞ്ഞു. തൊറാസിക് സർജറി അച്യുതൻ നായർ സാറിന് കൺസൾട്ടേഷൻ വിട്ടു. അവിടുന്ന് ഒരു സീനിയർ PG ആണ് വന്നത്, MCH PG, വർഷം 87. അപ്പോൾ ഈ ചേഞ്ച് ദ ട്യൂബ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ച് പോയി. അപ്പോൾ ഇത് എന്തോ ഒരു പ്രശ്നമാണെന്ന് നമ്പ്യാർ സാറിനും ശങ്കരൻകുട്ടി വാര്യനും തോന്നി. ശങ്കരൻകുട്ടി വാര്യർ അന്ന് പറഞ്ഞതും എനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട്. ശങ്കരൻകുട്ടി, നമ്മളൊരു പ്രശ്നം പറ്റിയാൽ കഴിഞ്ഞാൽ ഒരു PG വന്നിട്ട് ചേഞ്ച് ദ ട്യൂബ് എന്ന് എഴുതി വെച്ച് പോയാൽ ശരിയായില്ല, ഇതെന്തോ പ്രശ്നമുണ്ട്. വീണ്ടും നമ്പ്യാർ സാർ മുന്നിലും ശങ്കരൻകുട്ടി വാര്യർ സാർ അതിൻ്റെ പുറകിലും ഒരു പട, ആ ജാഥയുടെ ഏറ്റവും അവസാനം ഔസജനായ ഞാനും രണ്ടാമതും സതിമേടത്തിൻ്റെ അടുത്ത്. മേഡം നോക്കിയിട്ട് പറഞ്ഞു, ഇത് ഡയഫ്രമാറ്റിക് റപ്ചറാണ്, സ്റ്റൊമക്ക് കയറി കിടക്കുകയാണ്. അപ്പോൾ ഈ 2 സംഭവങ്ങളോട് കൂടിയിട്ടാണ് സത്യം പറഞ്ഞാൽ റേഡിയോ ഡയഗ്നോസിസ് എന്ന ആകെ അതിന് റേഡിയോളജിയിൽ ഒരു രോഗികളുടെ മാനേജ്മെൻറ്റിൽ വളരെ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലായത്. പക്ഷെ പിൽക്കാലത്ത് ഞാൻ പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് വർക്ക് പല ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്തു. ഞാനിവിടെ അനസ്തേഷ്യ PG ആയിട്ടാണ് വന്നത്. പിന്നെ അനസ്തേഷ്യ PG ഒക്കെ കഴിയാറാകുമ്പോൾ ഘട്ടത്തിലാണ് രണ്ടാമതും ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്യുന്നത്. ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്യുമ്പോൾ അതേ സതിമേടത്തിൻ്റെ കീഴിൽ തന്നെയാണ് ജോയിൻ ചെയ്യുന്നത്. അന്ന് PV രാമേന്ദ്ര സാർ ഉണ്ടായിരുന്നു, ഡോക്ടർ പോൾ കോര ഉണ്ടായിരുന്നു, പിന്നെ അന്തരിച്ചു പോയ ശ്രീ രാജൻ സാറും ഞാനും. അങ്ങനെയുള്ള 5 പേര് മാത്രമുള്ള ഡിപ്പാർട്ട്മെൻറ്റ്, 3 എക്സ്റേ മെഷീൻ, അന്നത്തെ ഒരു സീമെൻസിൻ്റെ ഒരു IITV വന്നിട്ടുണ്ട്, അൾട്രാസൗണ്ട് പോലും വന്നിട്ടില്ല. അപ്പം അന്ന് എക്സ്റേ റിപ്പോർട്ട് ചെയ്യാനിരിക്കുമ്പോഴാണ് നമ്മൾ ഓരോ എക്സ്റേയും ഓരോ രോഗിയുടേതാണെന്നും എന്ന് മാത്രമല്ല അതിൻ്റെ ക്വാളിറ്റിയുടെ ഇമ്പോർട്ടൻസും, ആ ഒരു എക്സ്റേ വളരെ ക്വാളിറ്റിയോടുകൂടി തയ്യാറാക്കുന്നതിൻ്റെ പിന്നിലുള്ള കുറേ ആളുകളുണ്ടെന്നും അത് അങ്ങനൊരു സംഗതി ഉണ്ടെന്നുമുള്ള കൂടുതൽ അറിവ് നേടാനിടയായത്. അപ്പോഴും ഡാർക്ക് റൂമുണ്ട് എന്നൊക്കെ ഉള്ളൂ അറിയാം, അല്ലാതെ നമ്മളാരും ഡാർക്ക് റൂമിലേക്ക് പോകുന്നില്ല. പക്ഷേ ഞാൻ എപ്പോഴും ഓർക്കണത്, എന്തൊരു അക്കാഡമിക് ഫിലിം എടുക്കണമെന്നും പറയുകയാണെങ്കിലും മാഡാണെങ്കിലും പോൾക്കോർ സാറാണെങ്കിൽ PV സാറ് എല്ലാം ആർട്ട് ആൻഡ് സയൻസ് ഓഫ് റേഡിയോഗ്രാഫി അറിയുന്ന അന്ന് മികച്ചു നിന്നിരുന്നൊരു പീതാംബരൻ സാറിൻ്റെ അടുത്തേക്കാണ് പറയാറ്. അധികമൊന്നും സംസാരിക്കില്ല, പ്രത്യേകിച്ച് ഞാനൊരു ജൂനിയറൊക്കെ ആണെങ്കിൽ. പക്ഷേ എന്നാലും സാങ്കേതികത്വം എനിക്ക് തീരെ അറിഞ്ഞുകൂടാ ആ സമയത്ത്. അതിൻ്റെ ഈ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് റേഡിയോഗ്രാഫി യാതൊന്നും അറിഞ്ഞൂടാ. പക്ഷേ
ഒരു പീതാംബരൻ എടുക്കുന്ന ഓരോ ഫിലിമും എപ്പോഴും വ്യത്യസ്തമായിരുന്നത്. അത് ഞാൻ എപ്പോഴും ഓർക്കുന്നത്. പക്ഷേ അന്ന് ആ കാലഘട്ടത്തിൽ തന്നെ ചീഫ് റേഡിയോഗ്രാഫറായിരുന്നു വേദിയിലുള്ള ശിവദാസൻ സാർ, നേരത്തെ തരണം ശ്രീ ഓമന, സരസമ്മ, ഇവരൊക്കെ തന്നെ. പിന്നെ കുറേ പേരുണ്ട്. എനിക്ക് തോന്നുന്നു 4th ബാച്ചോ മറ്റോ ആയിരിക്കും അതുണ്ടാവുക. പിന്നീട് ഒരു 95 കൂടിയിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നു. ഞാൻ ഇവിടുന്ന് PG ചെയ്യാൻ പോകുന്നു. PG ചെയ്യാൻ പോയി ഗുജറാത്തിലാണ് PG ചെയ്യുന്നത്. അവിടെ PG ചെയ്തുകൊണ്ട് അവിടെ ഒരു കാര്യമുണ്ട്. അവിടെ ആദ്യത്തെ 6 മാസം യു ഹാവ് ടു, നമ്മൾ നിർബന്ധമായിട്ടും റേഡിയോഗ്രാഫി പഠിച്ചിരിക്കണം. അതായത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന ആളുകൾക്ക് ഒരു മെഷീൻ ഇങ്ങോട്ട് തരികയാണ്, ഒരു റൂം തരികയാണ്, A to Z, റൈറ്റ് ഫ്രം ഫിലിം ലോഡിങ്. ഇപ്പോൾ രാവിലെ തന്നെ വന്ന് റൂം തുറന്ന് മെഷീനൊക്കെ ഓണാക്കി അത് 2 വാമപ്പ് ചെയ്ത് അതൊക്കെ MS ഒക്കെ കുറച്ച് എക്സ്പോസ് ചെയ്ത് ട്യൂബൊക്കെ ഒന്ന് ചൂടാക്കി സ്വന്തമായിട്ട് കാസറ്റ് ലോഡ് ചെയ്ത് അങ്ങനെ ആ ഒരു ജോലി ചെയ്തുകൊണ്ട് ആ ഒരു ഇന്നത്തെ റേഡിയോളജിയിൽ നിന്ന് അന്യം നിന്ന് പോകുക എന്ന് പറയാൻ പറ്റില്ല. അതെന്തായാലും അതിൻ്റെ സ്ഥാനം അവിടെ ഉണ്ടായിരിക്കും. ടെക്നിക്ക് മാറിയിട്ടുണ്ടാകും, പക്ഷെ അന്യം നിന്ന് പോവില്ല. എല്ലാവിധ എക്സ്റേസും അവിടുന്ന് എടുത്ത് പഠിച്ചിട്ടുണ്ട്. അതാണ് ഒരു വ്യത്യാസം പുറത്ത് ഞാൻ പഠിച്ചതുകൊണ്ട്. പിന്നീട് അത് കഴിഞ്ഞ് PG ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കോട്ടയത്തായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. 2001 തിരിച്ച് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോഴേക്കും ഡിപ്പാർട്ട്മെൻറ്റ് ആകെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ സമയത്തുണ്ടായിരുന്ന സതി മേഡത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ തുടക്കമിട്ടു. CT സ്കാൻ വന്നു, ഡോപ്ലർ വന്നു, കൂടുതൽ എക്സ്റേ മെഷീൻസ് വന്നു. അങ്ങനെ പലവിധ കാര്യങ്ങൾ വന്നു. ഞാൻ വകുപ്പ് മേധാവിയായിട്ട് 2018 വരുമ്പോഴേക്ക് ഒരുവിധ സംഗതികളൊക്കെ തന്നെ നൂതനമായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പല കാര്യങ്ങളും രാജേന്ദ്രൻ സാറിൻ്റെ ആ ഒരു നിശ്ചയദാർഢ്യം, പിന്നെ സാറിൻ്റെ ഒരു ഡിറ്റർമിനേഷനും ഉണ്ട്. അതെല്ലാമായിട്ട് പല സംഗതികളും കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ എനിക്കിത് അങ്ങോട്ട് സിംപിളി റൺ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതോട് കാര്യമുണ്ടായിരുന്നു. അപ്പം ഇത്രയാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. ഇപ്പം നിങ്ങളുടെ ഈ റീയൂണിയൻ പരിപാടി സംഘടിപ്പിച്ച് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകട്ടെ. ഞാൻ എൻ്റെ ഈ അധ്യക്ഷ പ്രസംഗം കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവിധ ആശംസകളും നേർന്നു വാക്കുകളും നിർത്തുന്നു. ഏറെ ആരാധ്യനായ അധ്യക്ഷൻ ദേവരാജ്, ബഹുമാന്യായ എൻ്റെ അധ്യാപിക കൂടിയായിരിക്കുന്ന സതി മാഡം, റേഡിയോ ഡൈനോസ് മുന്നേച്ചോടി ബഹുമാന്യായ രാജേന്ദ്രൻ സർ, സുരേഷ് മലയത്ത്, പ്രിയങ്കരനായ ബലഭദ്രൻ, എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ സഹപാഠികളെ, സഹപ്രവർത്തകരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന നമ്മുടെ ഈ സ്ഥാപനം നമുക്കൊക്കെ, അതായത് കുറച്ച് നാളെങ്കിലും ഇവിടെ ജോലി ചെയ്തിട്ട് പോയിട്ടുള്ള ആളുകൾക്കൊക്കെ തന്നെ ഒരുപാട് ഓർമ്മകളും ഒരുപാട് അനുഭവങ്ങളും മധുരമുള്ള അനുഭവങ്ങളും ഓർമ്മകളും തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഓർമ്മകൾ അല്ലെങ്കിൽ സൗഹൃദം പുതുക്കുക, പങ്കുവെക്കുക എന്നുള്ള ആ ഒരു സന്തോഷത്തോടു കൂടിയാണ് എല്ലാവരും ലോകത്തിൻ്റെ തന്നെ എല്ലാ ഭാഗത്തു നിന്നും ഇവിടെ എത്തിയിരിക്കുന്നത്. UK നിന്ന്, USA നിന്ന്, UAE നിന്ന്, അങ്ങനെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും, ഡൽഹി, മുംബൈ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ ഒരു പഴയ ആ കോഴിക്കോടൻ ആ ഒരു വൈബ് അനുഭവിക്കാൻ, എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ്. എനിക്ക് തോന്നുന്നത് 82-ലാണെന്ന് തോന്നുന്നു ഇവിടുന്ന് പിരിഞ്ഞു പോയിരിക്കുന്ന ചിന്നമ്മ ചേച്ചി. എത്തിയോന്ന് എനിക്കറിയില്ല, വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേച്ചി അതിന് ശേഷം മലബാറിലേക്ക് തന്നെ വന്നിട്ടില്ലാന്ന് തോന്നുന്നു. ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്. ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ നിന്ന് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം നമ്മുടെ മീന
ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെയും ഒരു വലിയൊരു ഒരു കൂട്ടായ്മ, ഒരു ഒത്തുചേരലാണ് നമുക്ക് ഇന്നിവിടെ നടക്കുന്നത്. ഈ ഒരു ആശയമായിട്ട് ഞാനും ഭദ്രനും ബഷീറും അതുപോലുള്ള ആളുകളൊക്കെ തന്നെ നമ്മുടെ HOD സാറിന്, ദേവരാജൻ സാറിൻ്റെ അടുത്ത് ഞങ്ങൾ ഈ ആശയം അവതരിപ്പിച്ച സമയത്ത് സാർ വളരെ നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് നല്ലൊരു പിന്തുണ തരികയായിരുന്നു. പിന്നീട് ഈ ഒരു ആശയം ഞങ്ങൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയൊക്കെ പറഞ്ഞപ്പം വിദേശത്ത് അടക്കം വർക്ക് ചെയ്യുന്ന ആളുകൾ, ജോലി ചെയ്യുന്ന ആളുകൾ നല്ല സാമ്പത്തികമടക്കമുള്ള നല്ലൊരു പിന്തുണയുമായി മുന്നോട്ട് വരികയും അങ്ങനെ നമ്മുടെ ഈ ഇല്ലൂമിന 25 യാഥാർത്ഥ്യമാവുകയും ചെയ്തതാണ്. അങ്ങനെയാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഈ മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ ഇതിന്, അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യുമ്പം ഈ മതിൽക്കെട്ടിനപ്പുറത്ത് ഇതിൻ്റെ ഒരു പ്രിവിലേജ് നമ്മൾ അനുഭവിച്ചു വരുന്നുണ്ട്. പലപ്പോഴും പല ആളുകളും എന്നെയൊക്കെ പരിചയപ്പെടുത്തുന്ന സമയത്ത് പറയുന്നത് ഇദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ജോലിക്കാരനാണ്, അല്ലെങ്കിൽ സ്കാനിങ്ങിലെ ഉദ്യോഗസ്ഥനാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു വലിയ അഭിമാനത്തോടു കൂടിയാണ് ഇത് കേൾക്കുന്നത്. പല സ്ഥലങ്ങളിലും, പൊതു ഇടങ്ങളിൽ, പോലീസ് സ്റ്റേഷനുകളിൽ, ഓഫീസുകളിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഒരു എക്സ്റേ എടുത്ത് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു സ്കാൻ ചെയ്ത് കൊടുത്തിട്ടോ നമ്മൾ സഹായിച്ചിട്ടുള്ള ആരെങ്കിലുമൊക്കെ കാണും. എവിടെ ചെല്ലുമ്പോൾ എന്താ സാറേ വേണ്ടത് എന്ന് ചോദിച്ച് വരാൻ നമുക്ക് ആളുകളുണ്ടാവും. ഇത് ഈ ഒരു പ്രിവിലേജ്, അല്ലെങ്കിൽ ഈ ഒരു നമുക്ക് കിട്ടിയിരിക്കുന്ന എന്താ പറയുക, ഈ ഒരു ഭാഗ്യം, ഇത് ഗംഗാധരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്കോ കിട്ടുന്നതല്ല. ഇത് ഈ വലിയ സ്ഥാപനത്തിന്, മഹാസ്ഥാപനത്തിന് കിട്ടിയിരിക്കുന്ന വലിയൊരു അംഗീകാരമാണ്. ഇതിൻ്റെ മെഡിക്കൽ കോളേജ് എന്നുള്ളതല്ല, കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നതിനുള്ള ആ ഒരു സ്ഥാപനത്തിൻ്റെ പ്രിവിലേജാണ്. ഒരുപാട് സൗഹൃദങ്ങൾ, അതിരില്ലാത്ത സൗഹൃദങ്ങൾ നമുക്ക് സമ്മാനിച്ചത് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്. എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ആളുകളുണ്ട്. എടാ ഞാൻ വരുന്നു എന്നൊന്ന് പറഞ്ഞാൽ മാത്രം മതി, അവിടെ റൂം എടുക്കണ്ട, അവിടെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കേണ്ട, നമ്മളെ സ്വീകരിക്കാൻ ആളുകളുണ്ടാവും. ഞാൻ മുംബൈയിൽ ചെന്ന സമയത്ത് അജയ് ഷാഹി എന്നെ കാണാൻ വന്നു, ബൈജു കാണാൻ വന്നു, അങ്ങനെ പല സ്ഥലങ്ങളിലും. അതൊക്കെ സമ്മാനിച്ചത് നമുക്ക് ഈ മെഡിക്കൽ കോളേജാണ്. ഇതിനെ നമുക്ക് അങ്ങനെ അങ്ങ് മറന്നു പോകാനോ അല്ലെങ്കിൽ അങ്ങനെ വിട്ടുകളയാനോ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ എത്തിയിരിക്കുന്നത്. നമ്മുടെ എനിക്കെന്ന പോലെ ഒരു പക്ഷേ നിങ്ങൾക്കും ജീവിതം എന്താണ് കരുപ്പിടിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു സ്ഥാപനമാണെന്ന് പറയും. കാരണം നമ്മളൊക്കെ ജീവിതം തുടങ്ങിയത് ഇവിടെയാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നല്ലൊരു രീതിയിലേക്കുള്ള ഉയർച്ചയിലേക്കൊക്കെ എത്തിയിരിക്കുന്നത്. നമുക്ക് നല്ല നല്ല സ്വപ്നങ്ങൾ കാണാൻ, തെളിഞ്ഞ ആകാശങ്ങൾ സ്വപ്നം കാണാൻ, അതേപോലെ നിറമുള്ള സ്വപ്നങ്ങൾ കാണാനൊക്കെ ധൈര്യം തന്നത് ഈ ഒരു ജോലിയും ഈ മെഡിക്കൽ കോളേജുമാണ്. നമ്മൾ ഒപ്പം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ സമയത്തും നമ്മൾ 10,000-കണക്കിന് ആളുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നവരാണ് എന്നുള്ളൊരു കാര്യം കൂടി നാം ഓർക്കേണ്ടതുണ്ട്. ഒരു എക്സ്റേ എടുത്തു കൊടുക്കുന്നത് വഴി അല്ലെങ്കിൽ ഒരു സ്കാൻ ചെയ്യുന്നത് വഴി ഒരു രോഗനിർണയം നടത്തി അത് ആ രോഗിക്ക് ഉടനെ തന്നെ അല്ലെങ്കിൽ തക്കതായ ചികിത്സ ഉടനെ കിട്ടുന്നത് സഹായമാകുമെങ്കിൽ ആ ഒരാളുടെ ജീവൻ, അയാളുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അത് നമ്മൾ മറന്നുകൂടാ. ഇപ്പോൾ ജോലി ചെയ്യുന്ന ആളുകളോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരുപാട് ആളുകൾക്ക് ജീവിതം കൊടുക്കേണ്ട ആളുകളാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വന്നവരെ എല്ലാവരെയും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമസ്കാരം.
പഴയ ആളുകളെയൊക്കെ ഓർത്തതിന്, ബഹുമാനിച്ചതിന് നന്ദി. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു 11 കൊല്ലത്തോളം HOD ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ആ ബാച്ചിലെ കുട്ടികൾ പലരും ഇവിടെ ഉണ്ട്. പക്ഷെ എനിക്ക് പലരെയും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കും ഷേപ്പ് മാറി, ബാക്കി പലർക്കും ഷേപ്പ് മാറിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓരോ കാണുമ്പോൾ പേര് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ചെയ്യണം എന്ന് ഞാൻ പറയാം. പിന്നെ ഇങ്ങനെ ഒരു സംരംഭം നിങ്ങൾ നടത്തിയതിൽ വളരെ സന്തോഷം. എപ്പോഴും നമ്മൾ പഴയ കാലം, പഠിച്ച കാലം, പഠിപ്പിച്ചവരെ, കൂടെയുള്ളവരെ എല്ലാവരെയും ഓർക്കണം. പിന്നെ നിങ്ങളുടെ ജോലിയെ പറ്റി പറയുകയാണെങ്കിൽ റേഡിയോളജിസ്റ്റ്, എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ പ്ലെയിൻ എക്സ്റേ ആണ് പ്രധാന ആയുധം. അപ്പോൾ നമ്മളെത്ര പ്രാഗൽഭ്യം ഉണ്ടെങ്കിലും നിങ്ങളൊരു നല്ല എക്സ്റേ അതിൻ്റെ ക്ലാരിറ്റിയോടുകൂടി നല്ല ഞാനൊക്കെ ഓരോരുത്തരെ ചൂസ് ചെയ്യും, ഇന്നാളെടുത്താൽ മതി എന്ന് പറയും. കാരണം അവരെടുത്ത് കൊണ്ടുവന്നാൽ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പം നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് റോളാണ് നിങ്ങൾക്കുള്ളത്. അത് കൃത്യമായിട്ടും ആത്മാർത്ഥതയോടുകൂടിയൊക്കെ ചെയ്യുക. എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് എല്ലാവർക്കും നേരുന്നു. നമസ്കാരം. ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞ നന്മയുടെ ഒത്തുചേരലെന്നാണ് പറഞ്ഞിരുന്നത്. എനിക്ക് നന്മയുടെ അല്ല, സന്തോഷത്തിൻ്റെ ഒത്തുചേരലാണ് ഇവിടെ നടക്കുന്നത്. ജീവിതത്തിൽ പല പ്രശ്നങ്ങളും പലർക്കും ഉണ്ടായിരിക്കും. പക്ഷേ എന്നിരുന്നാലും ഇതുപോലുള്ള ഒരു ഒത്തുചേരൽ സമയത്ത് നമ്മളതെല്ലാം മറന്നു വെച്ച് ഇവിടെ ഒത്തുകൂടുകയാണ്. പലരും ഏതാണ്ട് എല്ലാവരും നമുക്കറിയാം, പേര് മറന്നു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും പലരും പല വേദിയിലും പല സദസ്സിലും പല സ്ഥലത്ത് വെച്ചും കാണുകയും നമ്മൾ ആ പരിചയം പുതുക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പ്രത്യേകിച്ചും കോഴിക്കോട് പഠിച്ച് ഇവിടെ തന്നെ ജീവിതകാലം മുഴുവൻ പല പോസ്റ്റുകളിലും എന്താ പറയണ്ടേ, RMO, സൂപ്രണ്ട്, പ്രിൻസിപ്പാൾ, HOD എല്ലാ പോസ്റ്റിലും ഇരുന്ന് നമ്മുടെ ഗവൺമെൻറ്റും ജനത്തിന് സർവീസ് നടത്താൻ പറ്റിയെന്നുള്ള അതിയായ സന്തോഷമുണ്ട്. കാരണം ഇവിടെ ജോലി ചെയ്ത കാലഘട്ടം ഇപ്പോഴാണ് നമ്മൾ ആലോചിച്ച് സന്തോഷിക്കുന്നത്. അത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോ വർക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരിക്കലും കിട്ടുന്നതല്ല. അത്രയും സാറ്റിസ്ഫാക്ഷൻ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് ഏത് നിലയ്ക്ക് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഗവൺമെൻറ് ജോലി റിട്ടയർ ചെയ്ത് പ്രൈവറ്റിൽ വർക്ക് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഡിഫറൻസ് മനസ്സിലാവുകയും ചെയ്യുക. കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറയാമെന്ന് വെച്ചാൽ ഇവിടെ തന്നെ പഠിച്ച കാരണം കൊണ്ട് എന്തോ ഒരു കൂടുതൽ അറ്റാച്ച്മെൻറ്റ് റേഡിയോളജി മാത്രമല്ല ക്യാമ്പസിനോടും കോളേജിനോടും നമുക്ക് പ്രത്യേകമായിട്ട് ഉണ്ട്. തീർച്ചയായിട്ടും ദേവരാജൻ പറഞ്ഞ പോലെ റേഡിയോളജി വന്നത് ഒരു ആക്സിഡൻ്റലായിട്ടാണ്. ഒരു പക്ഷേ തൃശ്ശൂർ ഇന്ത്യൻ കോഫി ഹൗസിൽ ചായ കുടിച്ചിരിക്കുമ്പോൾ വിജയൻ സാറും KHWസിലുണ്ടായിരുന്ന വിജയൻ സാറും ഡേവിസും കൂടി ചായ കുടിക്കാൻ ഓപ്പോസിറ്റ് സീറ്റിലുണ്ടായിരുന്നു. അവരാണ് തീർച്ചയായിട്ടും റേഡിയോളജിക്ക് എന്നെ സ്റ്റിമുലേറ്റ് ചെയ്തത്. അവിടെ പോസ്റ്റ് ഒഴിവുണ്ടെന്ന് പറഞ്ഞ് ഉണ്ടായിരുന്ന GP എല്ലാം കെട്ടിപ്പൂട്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ പോസ്റ്റൊന്നുമില്ല. അങ്ങനെ വളണ്ടറി റേഡിയോളജി തുടങ്ങി. പക്ഷേ വിജയൻ സാറെല്ലാം ഇന്നും നമ്മൾ ആദരിക്കുന്ന സാറാണ്. കാരണം അന്നത്തെ സട്ടൻ പല പീസാക്കിയിട്ട് ദിവസം ഒരു എസ് എഴുതി കൊണ്ടുവരണം. രത്നമാരി മാഡം വിജയൻ സാറും ഇത് ഇൻസിസ്റ്റ് ചെയ്തിരുന്നു. രസം അന്നാ ഒരു എസ് എഴുതി കൊണ്ടുവന്നില്ലെങ്കിൽ പിടിച്ച് പുറത്താക്കും. ഒരു ദാക്ഷിണ്യം കാണിച്ചിരുന്നില്ല. അപ്പോൾ ആ ഒരു പ്രോഗ്രാം എന്ന് പറയാം. അത് കാരണം കൊണ്ട് PSC വിളിച്ചപ്പോഴേക്കും സട്ടം മുഴുവൻ കാണാപാഠം എഴുതി പഠിച്ചിരുന്നു. ഞാനും ഡോക്ടർ ബ്രഹ്മത്തിനാണ് അന്ന് പിന്നെ പ്രൊഫഷണൽ ട്യൂട്ടേഴ്സായി വന്നത്. ഇവർ രണ്ടുപേരും അവസാനം ഡിസൈഡ് ചെയ്തു ഒരു തവണ നമുക്ക് ഈ പരിപാടി നിർത്തുക. പക്ഷേ ഭാഗ്യത്തിന് ഡേവിസ് എന്ന് പറഞ്ഞ പുള്ളിയും വിജയൻ സാറും കമ്പൽ ചെയ്തു, യു ഹാവ് ടു കണ്ടിന്യൂ. ആ കാരണം കൊണ്ടാണ് റേഡിയോളജി വന്നത്. കോഴിക്കോട് വന്നപ്പോഴും രസം, സതി മാഡം, രാജൻ എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ മാഡം പറഞ്ഞൊരു വാക്കുണ്ട്. അന്ന് ഞാനും വാസുവാണ് ഏതാണ്ട് 10 ദിവസത്തിൻ്റെ ഡിഫൻസ് മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്തത്. സാറ് സൗദി സർവീസ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ മാഡം പറഞ്ഞ ഒരു വാക്കുണ്ട്, അതാണ് ഇന്നും ചെയ്യുന്നത്. നിങ്ങൾ രണ്ടുപേരും എൻ്റെ ഇടതും വലതും ഉണ്ട്. നിങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് നല്ലത് നോക്കിയാലും ഞാനതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുകയാണ്. ഒരു കാരണവശാലും മാഡം നോ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള. ഏത് മിഷണറി വാങ്ങിക്കായാലും എല്ലാ കാര്യത്തിനും സപ്പോർട്ട് മാഡം തീർച്ചയായിട്ടും ഉണ്ട്. അതുപോലെ തന്നെ രസകരമായ കാര്യങ്ങൾ ഒരുപാട് ഇപ്പോഴും മാഡത്തിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടായിരിക്കും. ഒരു തവണ അൾട്രാസൗണ്ട് ചെയ്യാണ്. മാഡം അൾട്രാസൗണ്ട് ചെയ്യുന്നു, ഞാൻ ബാക്കിൽ നിൽക്കുന്നു. മാഡം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പേഷ്യനോട് തലയ്ക്ക്, ഞങ്ങൾ തൃശ്ശൂകാരാണ് മാഡം ഞാനൊക്കെ, തലയ്ക്ക് പേഷ്യൻ്റ് കിടക്കുന്നു, തലയ്ക്ക് കൈ തലയ്ക്ക് വയ്ക്കുന്ന പറഞ്ഞത്. പക്ഷേ പേഷ്യൻ്റ് കേട്ടത്
കൈ തല എന്നുള്ള അടി തുടങ്ങി തലയ്ക്ക് വെച്ച്. കുറച്ച് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചു, അല്ല നിങ്ങളല്ല പറഞ്ഞ തലയ്ക്കടി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ലാംഗ്വേജ് ഇഷ്യൂസ് ഒരുപാടുണ്ടായിട്ടുണ്ട്. വേറൊരു ഇൻസിഡൻറ്റ് ഓർക്കുന്നത്, അതും മാഡം ഇരിക്കുന്നതാണ്. മാഡം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പറഞ്ഞു തരുമ്പോൾ പെട്ടെന്ന് മോണിറ്ററിൽ നോക്കുകയുള്ളൂ, പേഷ്യൻ്റ് നോക്കുന്നില്ല, താഴേക്ക് ഇറങ്ങി എടുക്കുമെന്ന് പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ പേഷ്യനെ കാണാനില്ല. നോക്കുമ്പോൾ പേഷ്യൻ്റ് കട്ടിൽ താഴെ ഇറങ്ങിയെടുക്കുക ഈ ടേബിളിൻ്റെ. അപ്പോൾ അങ്ങനത്തെ ലാംഗ്വേജ് പ്രോബ്ലം, പ്രത്യേകിച്ച് എനിക്കും കുറേ ലാംഗ്വേജ് ഇഷ്യൂസ് ഉള്ള കാരണം അതെല്ലാം പല രൂപത്തിലും പക്ഷെ അതെല്ലാം ഒരു സന്തോഷകരമായിട്ടാണ് ഇന്നും ജീവിതത്തിൽ എല്ലാ കാലത്തും എല്ലായ്പ്പോഴും ഓർക്കുന്ന പല സുഖസുന്ദര സംഭവങ്ങൾ പലതും നടന്നിട്ടുണ്ട്. പിന്നെ അഡ്മിനിസ്ട്രേഷനിലിരുന്ന കാലത്ത് ഞാൻ നോക്കിയത്, ഇപ്പോൾ ഞാൻ പല സാധനങ്ങൾ വാങ്ങിച്ചു അല്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്തു എന്നുള്ളതിൻ്റെ ഇൻഡയറക്റ്റായിട്ട് അതിൻ്റെ ആൻസർ ഒന്നാണ്, ബാക്കി മെഡിക്കൽ കോളേജിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനും ഇത്രയും പൈസ വേണ്ട. അതായത് 5 കോടി കിട്ടി, ഉടനടി പ്രിൻസിപ്പാൾ, അന്നത്തെ പ്രിൻസിപ്പാൾ പറഞ്ഞു എന്ത് ചെയ്യാം, അപ്പോൾ നമ്മളൊരു DSA വാങ്ങിയാൽ മതി. അല്ല, എല്ലാവർക്കും കൊടുക്കണം എന്ന് പറഞ്ഞു. ഭാഗ്യത്തിന് മെഡിസിൻ ശാസ്ത്രം എല്ലാവരോടും ഓരോ കോടി എടുത്തുള്ള ആർക്കും പൈസ വേണ്ട. അങ്ങനെയാണ് നമുക്ക് 5 കോടി കിട്ടുന്നത്. അപ്പോൾ നമ്മളാ ഒരു പൈസ ഇല്ല എന്നുണ്ടെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇത് കാണിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സാധനവും വാങ്ങിക്കാൻ പറ്റും. അത് തന്നെയല്ല, റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് മാക്സിമം മണി യൂട്ടിലൈസ് ചെയ്യുന്നത്. അത് കാരണം കൊണ്ട് വലിയ ഫണ്ട് വരുമ്പോൾ എല്ലാവർക്കും പേടിയായിരിക്കും, ആരും വാങ്ങിക്കാണ്ടാവില്ല. അത് കാരണം കൊണ്ട് മാത്രമാണ് ഈ പല എക്യുപ്മെൻറ്റ്സ് വാങ്ങിക്കാനും, പിന്നെ അതുപോലെ എല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് ഇപ്പോൾ ഭാരതപുരം പറഞ്ഞ ഇൻ്റർനാഷണൽ റേഡിയോളജി. അതൊന്നും ഞാനും അഭിമാനിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രമാണ് ഇന്നും നല്ലപോലെ ഇൻ്റർനാഷണൽ റേഡിയോളജി പ്രോഗ്രാം നടക്കുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു കാര്യം കേട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എത്രയോ കരോട്ടിഡ് സ്റ്റെൻറ്റിങ് അറൗണ്ട് 300 ആയി അല്ലേ, 300. അതുപോലെ അന്യൂറിസം കോയിലിംഗ്, അതുപോലെ അബ്ഡോമിനൽ അയോർട്ടിക് അന്യൂറിസം സ്റ്റെൻറ്റിങ്, ഇതെല്ലാം റെക്കോർഡാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇത്രയും കേസ് ചെയ്യുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അതിന് രസം റേഡിയോഗ്രാഫേഴ്സ് ചിലരൊക്കെ ഉണ്ട്, അവർ സപ്പോർട്ട് അത്രയും ഭയങ്കരമായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഇതെല്ലാം ചെയ്യാൻ ശരി ഞങ്ങൾ റെഡിയെന്നും പറഞ്ഞ് നടക്കുന്ന കുറേ പേരുണ്ട്. ആ സപ്പോർട്ട് കാരണം കൊണ്ടാണ് പല സാധനങ്ങളും വരുന്നത്. അന്നെല്ലാം ഞാനുള്ള പീരീഡ് ഓരോരുത്തരും ഓരോ പണി ഏൽപ്പിച്ചിരുന്നു. അവരായിരിക്കും അതിൻ്റെ ലീഡിങ് റേഡിയോഗ്രാഫർ. അവരത് കൺട്രോൾ ചെയ്തോളൂ, നമുക്ക് നോക്കി നടത്താൻ മതി. ഏതായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് തോന്നുന്ന ജീവിതകാലം മുഴുവൻ, കാരണം 17 വയസ്സിൽ MBBS വന്ന് പിന്നെ 62-ാം വയസ്സിലാണ് റിട്ടയർ ചെയ്യുന്നത്. ഏതാണ്ട് ആ കാലഘട്ടത്തിൽ മുഴുവൻ ഡിപ്പാർട്ട്മെൻറ്റിലും വർക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ള അതിയായ സന്തോഷമുണ്ട്. അത് തന്നെ ദേവരാനായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു, ഇനി അത് കഴിഞ്ഞ് ജോണായിട്ട് കണ്ടിന്യൂ ചെയ്യും. ഏതായാലും ഇവിടെ വന്ന റേഡിയോഗ്രാഫേഴ്സ് അതിന് മുന്നുള്ളവർക്ക് ഇപ്പോഴത്തെ ഡിഫറൻസ് ഫീൽ ചെയ്യാനും സാധിക്കും. എന്തായാലും ഇങ്ങനെയുള്ളൊരു വേദി ഒരുക്കിയ സംഘാടകർ ബാലഭദ്രൻ ആൻഡ് ടീം, മാത്രമല്ല ഇവിടെ വന്നവർ എല്ലാ പല ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വന്നു ചേർന്നവരെ കാണുന്നതിനുള്ള സന്തോഷമുണ്ട്, കണ്ടതിലുള്ള സന്തോഷമുണ്ട്. ഏതായാലും എല്ലാവർക്കും എല്ലാ ആശംസകളും ഭാവുകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന അധ്യാപകരെ ആദരിക്കലും കൂടിയായിട്ടുള്ള ഒരു സംഘം നല്ലൊരു ചടങ്ങായി സംഘടിപ്പിച്ചതിൽ എനിക്കധികം വളരെയധികം സന്തോഷം തോന്നുന്നു. ഞാൻ ഇവിടെ ഈ ജനുവരിയിലാണ് വന്ന് ജോയിൻ ചെയ്തത്. അവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, കോഴിക്കോട്ടത്തെ ജനങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളേക്കാൾ വളരെ വ്യത്യാസമുള്ളവരാണ്, കൂടുതൽ നല്ലവരാണ്. പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ റേഡിയോഗ്രാഫർമാർ കഴിവും ഡെഡിക്കേഷനും കൂടുതലുള്ളവരാണെന്നും എനിക്ക് തോന്നി. അപ്പോൾ ഈ നന്മ ഒരു പക്ഷേ പ്രദേശത്തിൻ്റെ ആയിരിക്കാം, വ്യക്തികളുടെ ആയിരിക്കാം, പക്ഷെ അത് തുടരട്ടെ, അത് കൂടുതൽ മേലോട്ട് പോകട്ടെ. ഈ ഞാൻ ആദ്യമായി PG പഠിക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ കേശവൻ സാറിൻ്റെ കീഴിലാണ് പഠിച്ചത്. കേശവൻ സാറാണ് റേഡിയോളജിയിൽ റേഡിയോഗ്രഫിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തന്നത്. അത് ഇറ്റ്സ് ആർട്ട് ആൻഡ് സയൻസ് എന്ന് മനസ്സിലാക്കി തന്നത്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുമ്പോഴൊക്കെ റേഡിയോഗ്രാഫർമാരോട് പെരുമാറുമ്പോൾ അവരുടെ ആർട്ടിൻ്റെയും സയൻസിൻ്റെയും ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ
ഈ സ്പെഷ്യാലിറ്റിയിൽ ഞങ്ങളുടെ ഇമ്പോർട്ടൻസ് അത്രയധികമാണ്. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. ഞാനും എൻ്റെ ഒപ്പം പഠിച്ച സുഹൃത്തുക്കൾ, എൻ്റെ സീനിയേഴ്സ്, എൻ്റെ ജൂനിയേഴ്സ് അവരൊക്കെ ആയിട്ടുള്ള സംഗമത്തിന് പോകുമ്പോൾ എനിക്കധികം വളരെയധികം സന്തോഷം ഉണ്ടാകാറുണ്ട്. അത്തരത്തിലുള്ള ഒരു സന്തോഷത്തോടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നതെന്ന് എനിക്കറിയാം. ഞങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. Respected teachers, radiographers on the dais, and my radiographers in the audience, my students, all are like my children. എനിക്ക് കുറച്ച് മലയാളം ബുദ്ധിമുട്ടുണ്ടേ പറയാൻ. രാജേന്ദ്രൻ സതിമാടൊക്കെ പറഞ്ഞ പോലെ ദിസ് ഈസ് എ ഹാപ്പിനെസ് ടൈം, ദ ടുഗദർനെസ്. എല്ലാവരും ഒത്തുകൂടി സന്തോഷിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. ബിക്കോസ് യുവർ മൈൻഡ് വിൽ ബി റിലീവ്ഡ് ഓഫ് സ്ട്രെസ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇടയ്ക്കെങ്കിലും കാണണം. കണ്ടു കഴിഞ്ഞാൽ വി വിൽ ബി വെരി ഹാപ്പി. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. ഇപ്പോൾ ഇരുട്ടത്തിരിക്കുന്നതുകൊണ്ട് എനിക്ക് ആരും മനസ്സിലാവില്ല ഫ്രം ഹിയർ. ഐ ഡോണ്ട് നോ ഹു ഓൾ ഹവ് കം, ബട്ട് സ്റ്റിൽ ഐ എം വെരി ഹാപ്പി ടു സീ ദ ഹോൾ ഹാൾ ഈസ് ഫിൽഡ്. That means that you enjoyed your period in medical college. So രാജേന്ദ്രൻ സർ പറഞ്ഞ പോലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നത് വളരെ വളരെ സുഖമാണ്. വെൻ യു ഗോ ടു പ്രൈവറ്റ് വി നോ ദ ഡിഫറൻസ്. സോ ദ ലവ് യു ഹാവ് ഷെയർഡ് വിത്ത് മീ, ഐ വാസ് വെരി ഹാപ്പി വെൻ ഐ വാസ് വർക്കിംഗ് ഹിയർ. ദ സ്റ്റുഡൻസ്, ദ റേഡിയോഗ്രാഫേഴ്സ് എല്ലാവരും സ്നേഹം കൊണ്ട് എന്നെ പൊതിഞ്ഞിട്ടേ ഉള്ളൂ. സതി മാഡം അടക്കം. ഓമന ചേച്ചി ഇപ്പോഴും എന്നെ വിളിക്കും. ഞാൻ ഇടയ്ക്ക് സതി മാഡത്തിനെ വിളിക്കാറുണ്ട്, രാജേന്ദ്രനെ വിളിക്കും, ദേവരാജിനെ വിളിക്കും. ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം, എന്നാലേ നമ്മൾക്കൊരു സുഖം ഉണ്ടാവുള്ളൂ മനസ്സിൽ. സോ ഐ എം വെരി ഹാപ്പി ദാറ്റ് ഐ ക്യാൻ സീ എവറിബഡി. ബട്ട് ഐ എം മിസ്സിങ് വാസു സർ. സരസമ്മ ചേച്ചി വന്നില്ല? ഓക്കെ. പിന്നെ ഈ സാറിനെ, ശിവദാസൻ സാറിനെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഐ എം നോട്ട് വെരി ഫെമിലിയർ വിത്ത് ഹിം. ബട്ട് ഐ എം വെരി ഹാപ്പി ഹി ഹാസ് കം all the way from his place. So very happy to see you all once again. പക്ഷേ ഈ ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് എല്ലാവരെയും കാണാമെന്ന് എനിക്ക് ആരെയും കാണുന്നില്ല സത്യമായിട്ടും. അല്ലേ, ആരും ഇരുട്ടത്തിരിക്കുന്ന പോലെയുണ്ട്. ഐ ഡോണ്ട് നോ വൈ ദേ ഹാവ് ഓഫ് ദിസ് ലൈറ്റ്. ഓക്കെ, എനി ഹൗ ലൈറ്റ് വരുമ്പോൾ എല്ലാവരെയും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ ആൻഡ് റിമെമ്പറിങ് മീ. താങ്ക് യു. റെസ്പെക്റ്റഡ് എല്ലാവരുടെയും പേര് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറയുന്നില്ല. എല്ലാ റെസ്പെക്റ്റഡ് ആൾക്കാർക്കും എൻ്റെ സ്റ്റുഡൻസിനും നമസ്കാരം. ഞാൻ സാധാരണ നമ്മളിപ്പോൾ എല്ലാം വിവരം അറിയുന്നത് നമ്മളുടെ മൊബൈലും അറിഞ്ഞിട്ടാണ്, സ്റ്റാറ്റസ് അറിഞ്ഞിട്ട്. ഈ സ്റ്റാറ്റസിൽ നിങ്ങളുടെ ഈ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും ഇതിലൊരു പാർട്ടാണല്ലോ, ഇതിൽ എന്നെ വിളിക്കില്ലേ എന്നൊരു സംശയം. എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നുപോയി ശരിക്കും പറഞ്ഞാൽ. പിന്നെയാണ് ഇവർ വന്ന് എന്നെ വിളിച്ചത്. വളരെ സന്തോഷമായി. കാരണം റേഡിയേഷൻ ഫിസിക്സ് ഒരു പ്രത്യേകിച്ച് എനിക്ക് റേഡിയോ ഡയഗ്നോസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടൊരു അഭേദ്യമായിട്ട് ബന്ധമുണ്ട്. ഒരു നിവൃത്തിയില്ല. കാരണം ഞങ്ങൾ നിങ്ങളുടെ റേഡിയോ തെറാപ്പിയുടെയും റേഡിയേഷൻ ഡയഗ്നോസിസിൻ്റെയും മധ്യത്തിലെ വരെയാണ്. നിങ്ങൾക്കറിയാം, റൂം നമ്പർ 100ൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമാണ് റേഡിയോ തെറാപ്പിയും റേഡിയോ ഡയഗ്നോസിസും. ഞാൻ വന്ന് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള റേഡിയോഗ്രാഫേഴ്സൊക്കെ റേഡിയോ തെറാപ്പിയിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സായിരുന്നു ആ സമയത്ത്. ഇപ്പോൾ ബഷീർ കുറേ പേരുണ്ട്, നമുക്ക് ഭദ്രൻ, ഗംഗാരൻ, എല്ലാവരും ഞങ്ങളൊരു ഫ്രണ്ട്സായിട്ടായിരുന്നു ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ബന്ധം ഒരിക്കലും വിട്ടുപോകാൻ പറ്റില്ല. അപ്പം അവർ വിളിക്കുകയായിരിക്കും എന്നുള്ളൊരു സന്തോഷം, എനിക്ക് വിളിച്ചപ്പോൾ ഉള്ള സന്തോഷം വളരെ ഇതായിരുന്നു. വിളിച്ചില്ലേ എന്നൊരു സങ്കടമുണ്ടായിരുന്നു. പക്ഷേ അത് മാറി വളരെ വളരെ സന്തോഷമുണ്ട് ഇവിടെ വന്ന് എല്ലാവരെയും ഫേസ് ചെയ്യാൻ. പോരാത്തതിന് പലരും ഞങ്ങളുടെ എൻ്റെ സ്റ്റുഡൻസാണ്. നമ്മൾ ഈ പറഞ്ഞ മാതിരി, എങ്ങാനും പറഞ്ഞ മാതിരി എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകുമ്പം ഓടി വന്നിട്ട് ആ മേഡം എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന ആൾക്കാരുണ്ട്. അതിനുപരി ഒരു പ്രാവശ്യം എനിക്കുണ്ടായ അനുഭവം എന്താ വെച്ചാൽ, ചന്ദ്രൻ ഇവിടെ ഉണ്ട് തോന്നുന്നു, ഞാൻ എൻ്റെ കാറ് പാർക്ക് ചെയ്യാൻ ഒരു ക്ലാസ്സിൽ പോകാണ്ടായിരുന്നു. കാറ് പാർക്ക് ചെയ്യാൻ എവിടെയാ നിവൃത്തിയില്ല. റോട്ടുമ്മൽ നിർത്തി കുറേ ദൂരം നടക്കണം. എന്ത് ചെയ്യണമെന്ന് വിചാരിച്ച് നോക്കിയിരിക്കുമ്പോഴാണ് ആ വീടിൻ്റെ തൊട്ടടുത്താണ് ചന്ദ്രൻ്റെ വീട്. ഇപ്പം ഞാൻ എന്നും ചന്ദ്രൻ്റെ വീട്ടിലാണ് കാറ് പാർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരു സന്തോഷവും കൂടി അതിൻ്റെ കൂടെ, അതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയതാണ്. നിങ്ങളുടെ അടുത്തുനിന്ന് കിട്ടിയ ഓരോരോ ഭാഗ്യം എന്ന് മാത്രമേ എനിക്കതിന് പറയാനുള്ളൂ. എനിവേ, എല്ലാവർക്കും ഈ സന്തോഷത്തിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവർക്കും എൻ്റെ ആശംസകൾ. അതിൻ്റെ ആൾസോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവരോടും കൂടെ കൂടാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ചും ഇവിടെ ഇരിക്കുന്ന സദസ്സിലിരിക്കുന്ന എല്ലാവരും പറയാതിരിക്കാൻ വയ്യ. സതി മാഡത്തിൻ്റെ ഫുഡിൻ്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ. മാഡത്തിൻ്റെ കാര്യം ഞാനൊരു ബുക്ക് മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. പക്ഷേ വായിക്കൽ മാത്രം നടന്നില്ല, ഉണ്ടാക്കലും നടന്നിട്ടില്ല. പക്ഷേ മാഡം ഭയങ്കര നല്ലൊരു
എന്ത് ഫുഡ് വേണേൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി തരും, അങ്ങനെ ഒരു ഇതായിരുന്നു. പിന്നെ ഓമൻ ചേച്ചിനെ നിങ്ങൾക്കറിയാം, നമ്മളവരെ പോയിട്ട് എന്നും എന്തുണ്ടെങ്കിലും വീട്ടിലേക്ക് വിളിക്കും. ചെറിയ ചെടി ഉണ്ടെങ്കിൽ അതിനൊരു പയറിൻ്റെ അള്ളിയോ അല്ലെങ്കിൽ ചക്ക ഉണ്ടെങ്കിൽ ഒരു ചക്കയൊക്കെ തരും. അപ്പോൾ അത് സ്ഥിരം അങ്ങനെയുള്ള ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും അത് പോയിക്കൊണ്ടേയിരിക്കുന്നു. കൃഷി കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് തരുന്നത് എന്തായാലും കുറഞ്ഞിട്ടില്ല. ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവരെയും കണ്ടതിൽ. നമസ്കാരം. എന്തായാലും സന്തോഷം, അവരൊന്നും പറയാനില്ല. ഈ ജീവിത സായാഹ്നത്തിൽ ഇങ്ങനെ ഒരു സന്തോഷം ഉണ്ടായിട്ടില്ല. പിന്നെ ഒന്നും പറയാനില്ല. എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല. അഥവാ പ്രസംഗിച്ചാൽ കുഴപ്പമാവും. എന്താ അറിയോ, കൊയിലാണ്ടി ഭാഷ എടുക്കുക, അത് എടുക്കുന്നില്ല. എന്നാലും പറയാതിരിക്കാൻ വയ്യ. ഇങ്ങനെയൊരു കാര്യം സംഘടിപ്പിച്ച സംഘാടകരെ ഞാൻ അഭിനന്ദിക്കുന്നു. എനിക്ക് യോജിക്കാൻ പറ്റില്ല. എത്ര നന്നായിട്ടാണ് അവർ കാര്യങ്ങൾ നടത്തിയത്. അവിടെയൊക്കെ പുതിയ പഴയ ആൾക്കാരൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് പോയി ക്ഷണിക്കാൻ പോയത്. ഞാൻ ചോദിച്ചു ബലഭദ്രനോട്, ഈ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വരേണ്ടിയിരുന്നു, എൻ്റെ വീട്ടിൽ വന്ന് ക്ഷണിച്ചാൽ. അപ്പം ഞാൻ ബലഭദ്രൻ പറഞ്ഞു, ശിവാസേട്ടാ കഷ്ടപ്പെട്ടല്ല വന്നത്, ഇഷ്ടപ്പെട്ട് വന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഹൃദയത്തിൻ്റെ ഭാഷയിലാണ് കുട്ടികൾ സംസാരിച്ചത്. കുട്ടികൾ തന്നെ പറയട്ടെ, എത്രയോ വയസ്സിന് എളുപ്പമാണ് കുട്ടികളൊക്കെ. അപ്പോൾ കുട്ടികൾ തന്നെയാണ്. അതുകൊണ്ട് ഇനിയും ഇങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. കോഴിക്കോട് 68 ഞാൻ കോഴിക്കോട് വന്നതാണ്. 70 ഞാൻ മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്ത്. പക്ഷേ ആ ജോയിൻ ചെയ്തിട്ട് എനിക്ക് നമ്മുടെ തെക്കുന്ന് വന്ന ഞങ്ങൾക്ക് ഈ നാട്ടിലെ ഭാഷ ഒന്നും അറിയില്ല. ഞാൻ NGO ക്വാർട്ടേഴ്സ് താമസിക്കുമ്പോൾ ബസ് കയറി മെഡിക്കൽ കോളേജിലേക്ക് വരുമ്പോൾ മെഡിക്കൽ കോളേജ് എത്തുമ്പോൾ മെഡിക്കൽ കോളേജ് എത്തി. അത് ഞാൻ നിൽക്കുകയാണ് ഇറങ്ങാൻ. വേഗം കീഞ്ഞോ എന്ന് പറഞ്ഞു. ഈ കീഞ്ഞോ എന്ന് പറഞ്ഞാൽ എന്ത് വാന്ന് വെച്ച് ഞാൻ നിൽക്കുകയാണ്. മെഡിക്കൽ കോളേജ് ആയില്ലേ, ഇറങ്ങൂ എന്ന് പറയുമ്പോഴാണ് ശരി. അപ്പം ഞാൻ അങ്ങോട്ട് പറയുമ്പോൾ പറയാം വയ്യോട്ട് ഇറങ്ങിക്കോളാൻ. ഈ വയ്യോട്ടെന്ന് പറഞ്ഞാൽ എന്ത് സാധനമാണെന്ന് എനിക്കറിയില്ല. അവസാനം ഞാൻ നിൽക്കുമ്പോൾ പറയാം ഇറങ്ങാനല്ലേ പറഞ്ഞേ, ഓ ഇറങ്ങി. അങ്ങനെ എന്തും ഭാഷകൾ ഭയങ്കരം. പിന്നെ ഒരു ചെറിയ സംഭവം പറയാം. ഇവിടെ വന്നിട്ട് പേഷ്യൻസിന് എക്സ്റേ ചെസ്റ്റ് എടുക്കുമ്പം അറ്റൻഡേഴ്സ് ചെസ്റ്റ് കാസറ്റിലൊക്കെ അവിടെയൊക്കെ കൊണ്ടുവയ്ക്കും. എന്നിട്ട് ഷർട്ട് അഴിക്കാൻ പറയും അവരെ. അപ്പം ഞാൻ പിന്നെ ശരി, വേറെ പേഷ്യൻറ്റിൻ്റെ പേര് വിളിച്ച് കയറി കഴിഞ്ഞാൽ ഷർട്ട് അഴിക്ക് എന്ന് പറയുന്നതിനേക്കാളും അതിങ്ങനെ നോക്കി നിൽക്കും. എന്ത് ഷർട്ട് എവിടാണ് നോക്കി, ഇതെല്ലാം അഴിക്കണ്ടേ, കുപ്പായമൊക്കെ കഴിക്കുമെന്ന് പറഞ്ഞു. ഒരു ദിവസം ഞാൻ കുപ്പായമൊക്കെ കഴിച്ച് കാസറ്റ് എടുത്തുകൊണ്ട് വെച്ചിട്ട് നോക്കുമ്പോൾ ഒന്നുമില്ലാണ്ട് നിൽക്കുന്നു. എന്ന് വെച്ചാൽ ഇയാൾ എന്തിനാ ഇങ്ങനെ ഇതൊക്കെ നിൽക്കുന്നേ, നിങ്ങൾ കുപ്പായം ഒക്കെ കഴിക്കാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ട് നിൽക്കുന്നതാണെന്ന് പറഞ്ഞു. വേഗം എടുത്തിട്ടു. അങ്ങനെ ഭാഷ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയാണ് ഞാൻ ഈ കോഴിക്കോട് വന്നത്. 71 ഞാൻ മെഡിക്കൽ കോളേജിൽ PSC അപ്പോയിൻമെൻറ്റ് ജോയിൻ ചെയ്ത് പെൻഷൻ ആകുന്നതിന് വരെ മെഡിക്കൽ കോളേജിൽ തന്നെയാണ് വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 കൊല്ലം പുറത്ത് പോയി, അത് വേറെ കാര്യം. ഇവിടെ തന്നെ പോയ അതേ പോസ്റ്റിൽ തന്നെ വന്ന് ജോയിൻ ചെയ്യുകയും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഭാഷയൊക്കെ ഇപ്പോൾ എല്ലാം എനിക്കറിയാം, എല്ലാം പഠിച്ചു. എൻ്റെ മക്കളെല്ലാം ഇവിടെയാണെന്നുണ്ടെന്നോ അവർക്കും ഇപ്പോൾ എൻ്റെ ഭാഷ അല്ല, ഇവിടുത്തെ ഭാഷയാണ്. പക്ഷേ നമ്മൾ അത്രയധികം മാറാനായിട്ടില്ല. പിന്നെ എല്ലാവർക്കും ഇവിടെ വന്നിട്ട് എനിക്ക് കോഴിക്കോട് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ആൾക്കാർ, എല്ലാ ഫീൽഡിലും നല്ല ആൾക്കാർ. അങ്ങനെ നല്ല ആൾക്കാർ, സ്നേഹമുള്ള മക്കൾ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മക്കൾ തന്നെയാണ്. കാരണം എല്ലാവരും എൻ്റെ പ്രായമില്ലാത്ത എൻ്റെ മക്കളുടെ പ്രായം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇവിടെ വന്ന് ജോലിയെടുക്കാനും എല്ലാവരെയും കാണാനും ഒക്കെ തന്നെ എന്നെ വിളിച്ചതിന് ഒത്തിരി നന്ദി. നമസ്കാരം. ഗുരുതുല്യരായ ജ്യേഷ്ഠ സഹോദരി സഹോദരന്മാർ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട ജൂനിയർ റേഡിയോഗ്രാഫർമാരെ, അനൽപമായ സന്തോഷത്തോടെ, ഏറെ അഭിമാനത്തോടെയാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. അഭിമാനം ഈ മെഡിക്കൽ കോളേജിൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥി ആയി എന്നതിൽ മാത്രമാണ്. സന്തോഷം നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് കാണുന്നു എന്നതിലും. മാഡം, സതി മാഡത്തിനെ കൈപിടിച്ച് ഈ വേദിയിലേക്ക് കയറ്റാനുള്ളൊരു സൗഭാഗ്യം എനിക്കുണ്ടായി. അപ്പോൾ ഞാൻ മാഡത്തോട് പറഞ്ഞു, ഞങ്ങളടക്കമുള്ള ഒരുപാട് പേരെ ഈ പ്രൊഫഷനിലേക്ക്, അതുവഴി ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിയ മാഡമാണ്, ഇതൊരു നിയോഗ മാഡമാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്,
വൈലോപ്പിള്ളിയുടെ 2 വരി കവിതയാണ്. അതിങ്ങനെയാണ്: എന്തിന് മധ്യായുസിൽ സാരമായത് ചില മുന്തിയ സന്ദർഭങ്ങൾ, അല്ല മാത്രകൾ മാത്രം. ഇങ്ങനെയുള്ള ചെറിയ മാത്രകളില്ലെങ്കിൽ നമ്മുടെ ജീവിതം നിശ്ചലം, ശൂന്യം. മറ്റെവിടെയും കാണാത്ത വിധം കോഴിക്കോടിൻ്റെ ഒരു വലിയ സവിശേഷത വളരെ അനുഭവമായ പാരസ്പര്യം, സാഹോദര്യം, സ്നേഹം ആണ്. കോഴിക്കോട് എന്ന നഗരം ഒരു വലിയ നഗരത്തിനുള്ളിൽ ഒരു വലിയ ഗ്രാമമുണ്ട്, ഗ്രാമ്യ വിശുദ്ധിയുണ്ട്. മെഡിക്കൽ കോളേജിൽ അത് വളരെ കൂടുതലാണ്. കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അലുമിനി ബാച്ച് എല്ലാവർക്കും ലോകത്തെ എല്ലായിടത്തും പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നു. റേഡിയോഗ്രാഫർമാരുടെ അലുമിനി ബാച്ച് കുറേ കൂടി വിപുലമാണ്, കുറേ കൂടി പാരസ്പര്യവും സന്തോഷവും സാഹോദര്യവും ചേർന്നതാണ്. അതിനാൽ തന്നെ ഞാനിത് ഒരിക്കലും ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമമായിട്ടല്ല കാണുന്നത്, ഒരു കുടുംബ സംഗമമായിട്ടാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിച്ചവരെല്ലാം ഒരു കുടുംബത്തിൻ്റെ ഭാഗമാണ്. ഈ തറവാട്ടിലേക്കുള്ള മടങ്ങിവരവാണ് ഇന്ന് നമ്മൾ നടത്തുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി. വേദിയിലും സദസ്സിലുമുള്ള ഗുരുജനങ്ങളെ, സഹപാഠികളെ, സഹപ്രവർത്തകരെ, പ്രിയ റേഡിയോഗ്രാഫർ സുഹൃത്തുക്കളെ, ആദ്യമേ തന്നെ ഇലുമിന 25ൻ്റെ എല്ലാവിധ മംഗളങ്ങളും ഭാവുകങ്ങളും ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾക്ക് നേരുന്നു. വളരെ സന്തോഷമുണ്ട് ഇന്ന് ഇങ്ങനെ ഒരു വേദിയിൽ ഇവിടെ ആയിരിക്കുവാനും നിങ്ങളോടൊപ്പം ആയിരിക്കുവാനും അവസരം ലഭിച്ചതിന്. ഇതിൻ്റെ ഭാരവാഹികളോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഞാനിവിടെ 6th ബാച്ചായിട്ട് CRA പഠിച്ചതാണ്. അതിനുശേഷം സർവീസിൽ കയറി KGRAയുടെ സംഘടനാ നേതൃത്വവുമായി ബന്ധപ്പെട്ട് പല പ്രോഗ്രാമുകൾക്ക് ഇവിടെ വരാനും നിങ്ങളെ പലപ്പോഴും കാണാനും ഉള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ കോഴിക്കോട് എന്നും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്, ഒരു വിദ്യാലയമാണ്. എന്നും നിങ്ങളോടൊപ്പം കടപ്പെട്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സ്വന്തമായി അഭിമാനിക്കാം എന്ന് തന്നെ തോന്നുന്നു. ഇങ്ങനെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം ആദ്യമായി നടത്തിയ മെഡിക്കൽ കോളേജ് എന്ന ഖ്യാതി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ റേഡിയോഗ്രാഫേഴ്സിനെ സംബന്ധിച്ച് ഇത്തരം പ്രോഗ്രാംസ് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പുതുമയുള്ള കാര്യമല്ല. കാരണം നിരവധി കിരണോത്സവങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി പ്രോഗ്രാംസ് സംഘടിപ്പിച്ച റേഡിയോഗ്രാഫേഴ്സിന് ഇതൊരു ചെറിയൊരു കാര്യമായിട്ടാണെങ്കിൽ പോലും ഇന്നിവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഇത് ഒരു വലിയൊരു അഭിമാനത്തിൻ്റെ നിമിഷമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത്തരം ഒരു വേദി സംഘടിപ്പിച്ചതിലും നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിലും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്, ഇതിൻ്റെ ഭാരവാഹികൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വലിയ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മളെ റേഡിയോഗ്രാഫീൻ്റെതായാലും ജീവിതത്തിൻ്റെതായാലും അതിൻ്റെ ആദ്യത്തെ അക്ഷരം പഠിച്ചു തുടങ്ങിയത് ഇവിടെ വന്ന ശേഷമാണ്. അത് പഠിപ്പിച്ചു തന്ന എല്ലാവരെയും ഒന്നിച്ച് കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അത്രയധികം എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവും. എന്തായാലും ഇന്നത്തെ ഒരു ദിവസം എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നന്മയുടെയും ഒക്കെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷം, എല്ലാവർക്കും ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. ദേവരാജൻ സാറ്, സതി മാഡം, രാജേന്ദ്രൻ സാറ്, ഗോമതി മാഡം, മറ്റു ഡിഗ്നിറ്ററീസ്, സ്നേഹസമ്പന്നരായ അലൂമിനി സുഹൃത്തുക്കൾ, ഇവിടുന്ന് റിട്ടയർഡായിട്ടുള്ള ഇവിടെ പഠിച്ച പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, സഹപാഠികൾ, ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഇല്ലുമിന 25 നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചെറിയ വെക്കേഷനൊക്കെ എടുത്ത് ഈ പ്രോഗ്രാം ഗംഭീരമാക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ തുടക്കം മുതൽ മാനസികമായും സാമ്പത്തികമായും ഒക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ പ്രോഗ്രാം വിജയിപ്പിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച അലൂമിനിയിൽപ്പെട്ട ഓരോ മെമ്പേഴ്സിനെയും ആദ്യമായി തന്നെ ഒരു
വലിയ താങ്ക്സ്. ഇങ്ങനൊരു പരിപാടി യാഥാർത്ഥ്യമാക്കിയ എല്ലാവർക്കും ഈ സംഘാടക സമിതിക്ക് വേണ്ടി ഹാർദവമായ കൃതജ്ഞത അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ശാരീരികമായ അവസ്ഥകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിയ ദീർഘകാലം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ നയിച്ച ആദരണീയായ സതി മാഡത്തിന് സംഘാടക സമിതിക്ക് വേണ്ടി ഹൃദയംഗമമായ നന്ദി അറിയിക്കുകയാണ്. അതേപോലെ ദീർഘകാലം നമ്മുടെ ഈ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും അതുപോലെ സൂപ്രണ്ടും ഒക്കെയായി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ നയിച്ച രാജേന്ദ്രൻ സാറ്, അദ്ദേഹത്തിൻ്റെ ഇൻസ്പയറിംഗ് വേർഡ്സ് നമ്മളേവരെയും വലിയ സന്തോഷത്തിൻ്റെ വാക്കുകളാണ് സാർ ഇവിടെ പകർന്നു നൽകിയിട്ടുള്ളത്. ഞാൻ ഓർക്കുകയാണ്, MRIയുടെ ഉദ്ഘാടന സമയത്ത് അന്ന് കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി 2008 ഉദ്ഘാടനം നിർവഹിക്കുന്ന ആ ഘട്ടത്തിൽ അന്ന് ഉഷ ടൈറ്റസ് ആയിരുന്നു. അദ്ദേഹം ഒരു ഡോക്ടർ കൂടി ആയതുകൊണ്ട് ഉഷ ടൈറ്റസിനെ സാറ് നമ്മുടെ അജിത് സാറ് നാഷണൽ ആപ്ലിക്കേഷൻ മാനേജറായി അന്ന് നമുക്ക് ആപ്ലിക്കേഷൻ നൽകാൻ വേണ്ടി വന്നപ്പോൾ ഈസ് പ്രൗഡ് അലൂമിനി ഓഫ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് എന്ന് ഉഷ ടൈറ്റസിനെ പരിചയപ്പെടുത്തിയ ആ ഒരു സന്ദർഭം ഞാനിപ്പോൾ ഓർക്കുകയാണ്. അങ്ങനെ തുടങ്ങി അജിത്തേട്ടൻ മുതൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് മേഖലയിലും സയൻറ്റിസ്റ്റ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന അലുമിനി സുഹൃത്തുക്കളുണ്ട്. അവർക്കൊക്കെയാണ് ഈ പ്രോഗ്രാം യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി പിന്നിൽ പ്രവർത്തിച്ചത്. പ്രത്യേകിച്ച് ഈ പ്രോഗ്രാമിന് വേണ്ടി എത്തിച്ചേർന്ന രാജേന്ദ്രൻ സാറിന് ഹൃദയംഗമമായ നന്ദി അറിയിക്കുകയാണ്. അതേപോലെ നമ്മുടെ HOD ആയിരുന്നിട്ടുള്ള ഗോമതി മാഡം, നമുക്കേവർക്കും സുപരിചിതയാണ്. മാഡത്തിനെയും പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. അതേപോലെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ പ്രൊഫസറായിട്ടുള്ള ജോൺ സാറ് നമ്മുടെ എല്ലാ സമയത്തും ഈ പ്രോഗ്രാമിൻ്റെ വിജയത്തിന് വേണ്ടി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു വ്യക്തിത്വമാണ്. ജോൺ സാറിന് എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. അതേപോലെ നമ്മുടെ ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്നുകൊണ്ട് നമുക്ക് നല്ല വാക്കുകൾ നൽകിക്കൊണ്ട് നമ്മോടൊപ്പം നിന്ന ബഹുമാനപ്പെട്ട സുഷമ മാഡത്തിന് പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. അതേപോലെ നമ്മുടെ ശിവദാസൻ സാറ്, ഏറ്റവും റിട്ടയർഡ് ആയിട്ടുള്ള സീനിയർ മോസ്റ്റ് ചീഫ് റേഡിയോഗ്രാഫറായിരുന്നു. എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 25 വർഷം മുമ്പാണ് ശിവദാസൻ സാറ് റിട്ടയർഡ് ആയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയാണ്. ശിവദാസൻ സാറിനും ഈ പ്രോഗ്രാം കമ്മിറ്റിക്ക് വേണ്ടി ഹാർദവമായ നന്ദി അറിയിക്കുന്നു. അതേപോലെ ഓമന മേഡത്തിനും ഈ പ്രോഗ്രാം കമ്മിറ്റിക്ക് വേണ്ടി പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതേപോലെ നമ്മുടെ ഈ മേഖലയിൽ നിന്ന് സംഘടനാ പ്രതിനിധികളായി ഉയർന്നു വന്നിട്ടുള്ള ISRTയുടെ നാഷണൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള സുരേഷ് ഏട്ടൻ, അതേപോലെ KGRAയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള രജനി മാഡം, സലീം സാറ്, എല്ലാവർക്കും ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാം യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി ഇതിൽ പിന്നിൽ പ്രവർത്തിച്ച ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള ഗംഗാധരൻ സാറ്, സെക്രട്ടറി ബലഭദ്രൻ സാറ്, അതേപോലെ ഇതിൻ്റെ ട്രഷറർ കൂടിയായിട്ടുള്ള ദീപു സാറ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ സംഘാടക സമിതിയുടെ പേരിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മുടെ ഈ പ്രോഗ്രാം, പ്രത്യേകിച്ച് ഇത്തരം മെഡിക്കൽ കോളേജിൽ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ ഇതിൻ്റെ പെർമിഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കടമ്പകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ സ്മൂത്താക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ പ്രോഗ്രാം പറഞ്ഞപ്പം തന്നെ അതിനുവേണ്ടി എല്ലാ നിലയിലുള്ള പിന്തുണ നൽകിയ ദേവരാജൻ സാറാണ്. അദ്ദേഹം ലെറ്റർ കൊടുക്കുകയും പ്രിൻസിപ്പള്, അതുപോലെ ഇവിടുത്തെ സൂപ്രണ്ട്, സെക്യൂരിറ്റി ഓഫീസർ സാദ് ഉൾപ്പെടെ എല്ലാവരും നമ്മോട് നല്ല രൂപത്തിലാണ് സഹകരിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് അവർക്കൊക്കെ നന്ദി പ്രകാശിപ്പിക്കുന്നു. അതേപോലെ ഈ പ്രോഗ്രാം യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ഹോൾ സെറ്റിംഗ് ഒക്കെ നിർവഹിച്ചിട്ടുള്ളത് ഇവിടുത്തെ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് കൂടിയായിട്ടുള്ള ഗിരീശൻ്റെ ടീമാണ്. അവർക്കും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. അതേപോലെ മറ്റു സാങ്കേതിക സഹായങ്ങൾ നൽകിയ ഫോട്ടോഗ്രാഫേഴ്സ്, അതേപോലെ സ്വാഗതഗാനം ചിട്ടപ്പെടുത്തിയ MC സുരേഷ് ഏട്ടൻ തുടങ്ങി ഈ പ്രോഗ്രാമുമായി സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി അലൂമിനിയുടെ പേരിൽ ഹൃദയംഗമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു.
താങ്ക് യു ഓൾ.